ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നേഴ്സ് ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ടാണ്. നമ്മൾ എന്താണ് സെൻറ്റൻസ്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ സെൻറ്റൻസിൻ്റെ ടൈപ്സ് ഏതെല്ലാമാണൊക്കെ നമ്മൾ കഴിഞ്ഞ ഓരോ വീഡിയോസിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ 4ആയിട്ട് തരംതിരിച്ചതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയായിട്ടാണ്? 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. The first one is simple sentence. Then second one is compound sentence. Third one is complex sentence and fourth one is compound and complex sentence. ഏതാണ് ഫസ്റ്റ്? സിമ്പിൾ സെൻറ്റൻസ്. സെക്കൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ്. തേർഡ് കോംപ്ലെക്സ് സെൻറ്റൻസ്. ഫോർത്ത് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ്. എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് സിമ്പിൾ സെൻറ്റൻസ്? A simple sentence is a sentence that expresses a complete thought and contains a subject and verb. It can also include an object and modifiers, but it only has one independent clause. എന്താണ് സിമ്പിൾ സെൻറ്റൻസ്? എ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. എന്താണ്? ഒരു സ്വതന്ത്രമായിട്ടുള്ള വാക്കാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റും ഒരു വേർബുമുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അർത്ഥമുള്ള വാചകത്തെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു സബ്ജക്റ്റും വേർബും അടങ്ങിയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അർത്ഥമുള്ള വാചകങ്ങളെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, സ്വതന്ത്രമായിട്ടുള്ള വാക്കാണ്. അതായത് പൂർണ്ണമായിട്ട് അർത്ഥം വരുന്ന ഒരു വാക്കാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയേ. ഫസ്റ്റ് എന്താ എക്സാമ്പിൾ നോക്കിയേ. ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്. എന്താണ്? ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ അവളുടെ പല്ല് ബ്രഷ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് കോഫി. മേരി ലൈക്സ് ടീ. ഇതെല്ലാം ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് അല്ലേ? എന്നാൽ അതിനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥമുണ്ട്. ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അർത്ഥമുണ്ട് അല്ലേ? അതിൽ നോക്കിയ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ലൈക്ക് എന്ന് പറയുന്നത് വേർബാണ്. മാത്രമല്ല അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പൂർണ്ണമായിട്ട് അർത്ഥമുള്ളൊരു സെൻറ്റൻസ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ എക്സാമ്പിൾസും ഒരു അർത്ഥമുള്ള പൂർണ്ണമായിട്ട് അർത്ഥമുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ 4 സെൻറ്റൻസുകളും. അങ്ങനെ വരുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്നതാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് കോഫി. മേരി ലൈക്സ് ടീ. ക്ലിയർ ആയോ എന്തൊക്കെയാണെന്ന്? എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്നും അതിൻ്റെ എക്സാമ്പിൾസും കേട്ടപ്പോൾ ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് നമുക്ക് ഏതാണ് പറയാനുള്ളത്? കോമ്പൗണ്ട് സെൻറ്റൻസ്. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? എ കോമ്പൗണ്ട് സെൻറ്റൻസ് ജോയിൻ ടുഗദർ 2 or more independent clause into a single sentence using a semicolon between the clauses, using a comma and coordinating conjunctions between the clauses. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? എ കോമ്പൗണ്ട് സെൻറ്റൻസ് ജോയിൻ ടുഗദർ 2 or more independent clause into a single sentence. ഒരു സിംഗിൾ ആയിട്ടുള്ള സെൻറ്റൻസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ വിളിക്കുന്നതാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉള്ള വാചകത്തെ, ഒറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉള്ള വാചകത്തെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ട് സെൻറ്റൻസ് ആയപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് വാക്കുകൾ, 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ചേർന്നിട്ടുള്ള ഒരു സിംഗിൾ സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നുള്ളത്. ക്ലിയർ ആയോ? 2 ഇൻഡിപെൻഡൻസ് ക്ലോസുകളുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ. നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെയും പറയാം.
ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിപ്പോൾ ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലേ. അതിനോട് കൂടെ തന്നെ ഹർ ടീത്ത് ആർ നൈസ് ആൻഡ് ക്ലീൻ. ഹർ ടീത്ത് ആർ നൈസ് ആൻഡ് ക്ലീൻ. അതിൻ്റെ ബാക്കി തന്നെയാണ്. പക്ഷെ അതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ് അല്ലേ. ഒരു സ്വതന്ത്രമായിട്ടുള്ള വാക്കാണ്. മറ്റേതും ഒരു സ്വതന്ത്രമായിട്ടുള്ള വാക്കാണ്. ഇത് രണ്ടും കൂടി ഒരു സെൻറ്റൻസ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു എന്ത്, യൂസിങ് എ കോമ ആൻഡ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ബിറ്റ്വീൻ ദ ക്ലോസസ്. ഈ രണ്ട് ക്ലോസസിൻ്റെയും ഇടയിൽ ഓരോ കൺജങ്ഷൻസ് വന്നിട്ട് ഇവരെ ഒരുമിപ്പിച്ചിട്ടാണ് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി മാറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്, ഹർ ടീത്ത് ആർ നൈസ് ആൻഡ് ക്ലീൻ. ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി മാറ്റിക്കൊണ്ട് വരുന്ന വാചകത്തെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ് എന്ന സെൻറ്റൻസിനെയും ഹർ ടീത്ത് ആർ നൈസ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും, ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും അല്ലെങ്കിൽ ആ സെൻറ്റൻസിനെയും ഹർ ടീത്ത് ആൻഡ് ആർ നൈസ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും, ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസാണ് നമ്മൾ പറഞ്ഞില്ലേ, ഈ രണ്ടിനെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഒരു കൺജങ്ഷൻ ആഡ് ചെയ്തു. ഏതാണ് ആഡ് ചെയ്യുന്നത്? സോ. ഏതാണ്? സോ എന്ന് ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? ഷീ ബ്രഷസ് ഹർ ടീത്ത് ഇൻ ദ മോർണിംഗ്, കോമ സോ ഹർ ടീത്ത് ആർ നൈസ് ആൻഡ് ക്ലീൻ. സോ ഹർ ടീത്ത് ആർ നൈസ് ആൻഡ് ക്ലീൻ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കൺജങ്ഷൻ വഴി ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ സെൻറ്റൻസ് ആയി. അങ്ങനെ വരുന്ന ഒരു പ്രതിഭാസത്തെ, സെൻറ്റൻസിലുള്ള ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? മറ്റുള്ള എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. ഐ ആം ടീച്ചർ, മൈ വൈഫ് ഈസ് ലോയർ. അതിനെന്ത് ചെയ്തു? ഐ ആം എ ടീച്ചർ ആൻഡ് മൈ വൈഫ് ഈസ് എ ലോയർ. ഐ ആം എ ടീച്ചർ, മൈ വൈഫ് ഈസ് ലോയർ എന്നതിനെ അവിടെ ആൻഡ് എന്ന കൺജങ്ഷൻ ആഡ് ചെയ്തുകൊണ്ട് ഒറ്റ സെൻറ്റൻസ് ആക്കി. ഐ ആം എ ടീച്ചർ ആൻഡ് മൈ വൈഫ് ഈസ് എ ലോയർ. ഷീ ഈസ് സ്റ്റിൽ ഇൽ, സോ ഷീ വിൽ നോട്ട് കം. ഷീ ഈസ് സ്റ്റിൽ ഇൽ, സോ ഷീ വിൽ നോട്ട് കം. അപ്പോൾ ക്ലിയർ ആയോ? രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി മാറ്റുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺജങ്ഷൻസ് എന്താണെന്ന് നമുക്കറിയോ? നമ്മളിതുവരെ പഠിച്ചിട്ടില്ലല്ലോ, ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട 7 കൺജങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. കൺജങ്ഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 7 കൺജങ്ഷൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫോർ ആൻഡ്, നോർ, ഓർ, ബട്ട്, യെറ്റ്, സോ. ഫോർ ആൻഡ്, നോർ, ഓർ, ബട്ട്, യെറ്റ്, സോ. ഈ 7 കൺജങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എന്തുകൊണ്ടാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവയെ വിളിക്കുന്നത്? രണ്ട് ഇൻഡിപെൻഡൻസ് ക്ലോസുകളെയും 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് അഥവാ 2 വാക്കുകളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി, കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഫോർ ആൻഡ്, നോർ, ഓർ, ബട്ട്, യെറ്റ്, സോ. അവയെ അതുപോലെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഫാൻ ബോയ്സ്. എന്താണ്? ഫാൻ ബോയ്സ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോർ, എ എന്ന് പറഞ്ഞാൽ ആൻഡ്, എൻ എന്ന് പറഞ്ഞാൽ നോർ, ദെൻ ബി എന്ന് പറഞ്ഞാൽ ബട്ട്, ഒ എന്ന് പറഞ്ഞാൽ ഓർ, വൈ എന്ന് പറഞ്ഞാൽ യെറ്റ്, എസ് എന്ന് പറഞ്ഞാൽ സോ. അപ്പോൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് ഫാൻ ബോയ്സ്. ഈ 7 കൺജങ്ഷൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് ഫാൻ ബോയ്സ് എന്ന്. ഇതുപോലെ ബാക്കി കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് എഴുതുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. അവയെല്ലാം, ഈ പറയുന്ന എല്ലാ കൺജങ്ഷൻസും എന്താണ്? ഓരോ സെൻറ്റൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, 2 ഇൻഡിപെൻഡൻസ് വാക്കുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടയിൽ ഉപയോഗിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ ഓരോ സെൻറ്റൻസ് തരുമ്പോഴും ഈ ഓരോ കൺജങ്ഷൻസ് ഉണ്ടോ ചെക്ക് ചെയ്യുക. അതുണ്ടെങ്കിൽ എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതെല്ലാം ആണെന്ന് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഈ 7 എണ്ണത്തിനെയാണ് നമ്മൾ ആദ്യം എടുത്ത് പറഞ്ഞത്. ബാക്കിയുള്ള കൺജങ്ഷൻസിനെ നമ്മളിപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഏതാണ് വരുന്നത്? കോംപ്ലെക്സ് സെൻറ്റൻസ്. ഏതാണ്? കോംപ്ലെക്സ് സെൻറ്റൻസ്. A complex sentence consists of an independent clause plus a dependent clause. എന്താണ്? A complex sentence consists of an independent clause plus a dependent clause. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉൾക്കൊള്ളാവുന്ന വാചകമാണ്. എന്താണ്? നേരത്തെയൊക്കെ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതാണ്? സ്വതന്ത്രമായ വാക്കിനെ കുറിച്ചാണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ കുറിച്ചാണ് ഈ 2 സെൻറ്റൻസിലും നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ കോംപ്ലെക്സ് സെൻറ്റൻസിൽ എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ട്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ട് അല്ലേ? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടിയും അടങ്ങിയ വാചകത്തെ പറയുന്ന പേരാണെന്ത്? കോംപ്ലെക്സ് സെൻറ്റൻസ് പറയുന്നത്. ക്ലിയർ ആയോ? അഥവാ ഒരു മെയിൻ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉൾപ്പെട്ടതിനെയാണ് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് അർത്ഥം കാണും. ആ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ആശ്രയിച്ച് കൊണ്ടായിരിക്കും മറ്റൊരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം എന്താണ്? ഒരു സെൻറ്റൻസ് പൂർണ്ണമായിട്ട് അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് അഥവാ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞത് അല്ലേ? പൂർണ്ണമായിട്ടുള്ള അർത്ഥമുള്ള സെൻറ്റൻസിനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും. അതിനെ നമ്മൾ ആശ്രയിച്ച് കൊണ്ട് എന്തുണ്ടാവും? ആ സെൻറ്റൻസിൽ തന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ് ഉണ്ടാവും അല്ലേ? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസും ആ സെൻറ്റൻസിൽ ഉണ്ടാവും. അങ്ങനെയുള്ള 2 സെൻറ്റൻസുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? കോംപ്ലെക്സ് സെൻറ്റൻസ് എന്നുള്ളത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്കിവിടെ എടുക്കാം. ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ്. അതേതാണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ ഫസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് തൊട്ടേ പറയുന്ന ഒരു എക്സാമ്പിളാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം? കോംപ്ലെക്സ് സെൻറ്റൻസിൽ എടുത്തിട്ട് വരുന്ന മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ്. അതുവരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലേ? ദെൻ ഇനി നെക്സ്റ്റ് എന്താണ് ആ സെൻറ്റൻസിൻ്റെ? ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഈ ആഫ്റ്റർ വേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ? ഈ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസിന്. അതിലേതാണ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്? ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ് എന്ന വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്കി വന്ന ആഫ്റ്റർ വേക്കിംഗ് അപ്പ് എന്ന ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. എണീറ്റ് ശേഷം അവൾ എന്ത് ചെയ്തു? മോർണിംഗ് അവൾ ബ്രഷ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അതിൽ ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ്, അവൾ രാവിലെ ബ്രഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് ഏതാണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ആഫ്റ്റർ വേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഇൻ ദ മോർണിംഗ് എന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വന്ന സെൻറ്റൻസ് ആണ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾസ് നോക്കിയേ. Tom cried because the ball hit him. Tom cried because the ball hit him. Let me know you need help. Let me know you need help. ക്ലിയർ ആയോ? എന്താണ് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? ആദ്യം ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, അതുകൂടെ തന്നെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടി വരുന്ന സെൻറ്റൻസിനെ വിളിക്കുന്നതാണ് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ആയിരിക്കും ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, അഥവാ ഒരു വാക്കാണ്, ഒരു ക്ലോസ് ആണ് അല്ലേ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മറ്റ് സെൻറ്റൻസ് വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും, അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും മറ്റതിൻ്റെ ബാക്കി വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന വാക്കുകളെ പറയുന്നതാണ് എന്ത്? കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് ഏതാണ്? നാലാമത്തത് ഏതാണ്? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ്. ഏതാണ്? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ്. ഈ കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ്
at least two independent clauses and one more dependent clause. One or more dependent clause. എന്താണ്? A compound complex sentence consists of at least two independent clause and one or more dependent clause. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസോ ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസോ അടങ്ങിയിരിക്കുന്ന സെൻറ്റൻസിനെയാണ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. രണ്ട് അല്ലെങ്കിൽ അധികമോ ഉള്ള ഡിപ്പെൻഡൻറ്റ് ക്ലോസും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസും അടങ്ങിയിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതിലെന്താണ്? നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ട്. രണ്ടും ഒന്നോ അതിലധികമോ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അല്ലേ? നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് സെപ്പറേറ്റ് പറഞ്ഞു, കോംപ്ലക്സ് സെപ്പറേറ്റ് പറഞ്ഞു. ഇവ രണ്ടും കൂടിയും ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. അല്ലേ? ഒന്നിൽ എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമായിരുന്നു കോമ്പൗണ്ട് സെൻറ്റൻസിൽ. കോംപ്ലക്സിലോട്ട് വന്നപ്പോൾ എന്തായി? ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും വന്നു. അപ്പോൾ അതിനെ ഒരുമിച്ച് നമ്മൾ വിളിച്ചു എന്ത്? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. അങ്ങനെ വരുന്ന ഒരു ടേമാണ് നാലാമത്തത്. ക്ലിയർ ആയോ? അത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസോ ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസോ അടങ്ങിയിരിക്കുന്ന സെൻറ്റൻസ് ആണ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത് even though everyone else was sleeping. എന്താണ്? I woke up in the morning and I brushed my teeth even though everyone else was sleeping. അപ്പം അതിലേതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്? നമ്മൾ ആദ്യം പറഞ്ഞ I brushed my teeth, അല്ലേ? I brushed my teeth എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. I woke up in the morning എന്ന് പറയുന്നതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ്. അതിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ഈവൻ ദോ എവ്രി വൺ എൽസ് വാസ് സ്ലീപ്പിംഗ്. ഈവൻ ദോ എവ്രി വൺ എൽസ് വാസ് സ്ലീപ്പിംഗ്, അല്ലേ? അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഐ വോക്ക് ഇൻ ദ മോർണിംഗ് ആൻഡ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ഈവൻ ദോ എവ്രി വൺ എൽസ് വാസ് സ്ലീപ്പിംഗ്. ഇതാണ് സെൻറ്റൻസിൽ. അതിൽ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നതും ആൻഡ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത് എന്ന് പറയുന്നതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും അർത്ഥം കിട്ടുന്ന രണ്ട് ക്ലോസുകളാണ്. ക്ലിയർ ആയോ? ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അതുപോലെ ഐ ബ്രഷ്ഡ് മൈ ടീത്ത് എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുന്ന ഒരു വേർഡാണ്. ഈവൻ ദോ എവ്രി വൺ എൽസ് വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുന്ന, അതിനെ ആശ്രയിച്ച് കൊണ്ട് പറയുന്ന വേർഡാണ് ഏത്? ഈവൻ ദോ എവ്രി വൺ എൽസ് വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ. ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ഈവൻ ദോ എവ്രി വൺ എൽസ് വാസ് സ്ലീപ്പിംഗ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ടോം ക്രൈഡ് ബിക്കോസ് ദ ബാൾ ഹിറ്റ് ഹിം ആൻഡ് ഐ അപ്പോളഗൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ടോം ക്രൈഡ് ബിക്കോസ് ദ ബാൾ ഹിറ്റ് ഹിം. ഇത് രണ്ടും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ആൻഡ് ഐ അപ്പോളഗൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഐ അപ്പോളഗൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്? ഒരു സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസോ ഒന്നോ അതിലധികമോ ഉള്ള ഡിപ്പെൻഡൻറ്റ് ക്ലോസോ അടങ്ങിയതായിരിക്കും എന്ത്? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റേ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ? സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെൻറ്റൻസിനെ നാലായിട്ട് തരംതിരിച്ചിട്ടുള്ളത്, അല്ലേ? നമ്മളതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് ആ നാലെണ്ണം? ഒന്ന് സിമ്പിൾ സെൻറ്റൻസ്, രണ്ട് കോമ്പൗണ്ട് സെൻറ്റൻസ്, മൂന്ന് കോംപ്ലക്സ് സെൻറ്റൻസ്, ദെൻ നാല് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ അത് ഏതെല്ലാം എന്ന് പറഞ്ഞു, അതിൽ വരുന്ന ഓരോ എക്സാമ്പിൾസും പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസും അതിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ടേംസും കൊടുക്കാം, അതും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് സെൻറ്റൻസിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.